വൈകുണ്ഠസ്വാമികൾ ജനിച്ചതെവിടെ? സ്വാമിത്തോപ്പ്. തമിഴ്നാട്ടിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം 1809. വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം 1809. 1809 നാഗർകോവിലുള്ള ശാസ്താംകോയിൽ വിളയിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമമായിരുന്ന മുടിചൂടും പെരുമാൾ സവർണരുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി. അതായത് വൈകുണ്ഠസ്വാമികളുടെ ആദ്യകാല നാമം എന്തായിരുന്നു? മുടിചൂടും പെരുമാൾ. അപ്പോൾ സവർണരുടെ എതിർപ്പ് മൂലം ആ പേര് അദ്ദേഹം മാറ്റി മുത്തുക്കുട്ടി എന്നാക്കി. പിൻകാലത്ത് വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജത്തിൻ്റെ ലക്ഷ്യം അയിത്തത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പോരാടുക, സാമൂഹിക സമത്വം സ്ഥാപിക്കുക. സമത്വ സമാജത്തിൻ്റെ ലക്ഷ്യം അയിത്തത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പോരാടുക, സാമൂഹിക സമത്വം സ്ഥാപിക്കുക തുടങ്ങിയവയായിരുന്നു. പിന്നോക്ക സമുദായമായ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ജാതി വിവേചനം ഇല്ലാതാക്കാൻ എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമപന്തി ഭോജനം എന്ന ആശയം വൈകുണ്ഠസ്വാമികൾ നടപ്പിലാക്കി. ജാതി വിവേചനം ഇല്ലാതാക്കാൻ എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമപന്തി ഭോജനം എന്ന ആശയം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണത്തെ കരിനീച്ച ഭരണം എന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണത്തെ കരിനീച്ച ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു കുലം, ഒരു ദൈവം, ഒരു ലോകം എന്ന മുദ്രാവാക്യവും അദ്ദേഹത്തിൻ്റെതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു കുലം, ഒരു ദൈവം, ഒരു ലോകം എന്ന് പ്രസ്താവിച്ചത് അല്ലെങ്കിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യവും വൈകുണ്ഠസ്വാമികളുടേതാണ്. വൈകുണ്ഠസ്വാമികളുടെ മറ്റൊരു ദർശനമാണ് തൂവയൽ ദർശനം. വൈകുണ്ഠസ്വാമികളുടെ മറ്റൊരു ദർശനമാണ് തൂവയൽ ദർശനം. ശിഷ്യന്മാരെ ചിട്ടയായും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാൻ പഠിപ്പിക്കുന്നതിനായി മുന്നോട്ട് വെച്ച ദർശനമാണ് തൂവയൽ. ശിഷ്യന്മാരെ ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാൻ പഠിപ്പിക്കുന്നതിനായി മുന്നോട്ട് വെച്ച ദർശനമാണ് തൂവയൽ. സാമൂഹ്യ വിപ്ലവകാരി, സമ്പൂർണ്ണദേവൻ എന്നീ പേരുകളിൽ വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടു. സാമൂഹ്യ വിപ്ലവകാരി, സമ്പൂർണ്ണദേവൻ എന്നീ പേരുകളിൽ വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടു. സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടന്ന മേൽമുണ്ട് സമരത്തെ അദ്ദേഹം പിന്തുണച്ചു. മേൽമുണ്ട് സമരത്തെ വൈകുണ്ഠസ്വാമികൾ പിന്തുണച്ചിരുന്നു. വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങളും പഠിപ്പിക്കലുകളും പിന്നീട് അയ്യാവഴി എന്ന പ്രത്യേക വിശ്വാസ പ്രസ്ഥാനമായി രൂപപ്പെട്ടു. വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങളും പഠിപ്പിക്കലുകളും പിന്നീട് അയ്യാവഴി എന്ന
പ്രത്യേക വിശ്വാസ പ്രസ്ഥാനമായി രൂപപ്പെട്ടു. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് അഖിലത്തിരട്ട് അമ്മനെ, അരുൾനൂൽ എന്നിവ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് അഖിലത്തിരട്ട് അമ്മനെ, അരുൾനൂൽ എന്നിവ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ PSC വീഡിയോകൾ ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.